ഹലോ, അങ്ങനെ നമ്മളിതാ ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനില്ലാതെ ഒരു കാറിൽ കയറി കുത്തിരുന്ന് ഞങ്ങൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ഡ്രൈവർ സ്പൾബർ ഉണ്ട് നമ്മുടെ കൂടെ, വാട്ടനാണ് ഡ്രൈവർ. ഞങ്ങൾ രണ്ടാളും ബാക്കിൽ കയറി കുത്തിരുന്നു കേട്ടോ. അങ്ങനെ നെറ്റ്സും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് എപ്പോഴാണ് വീട്ടിലെത്താന്നും കാര്യങ്ങളൊന്നും അറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ കക്കയാണ് എത്തിപ്പോയത് കേട്ടോ. കക്കയം ഡാമിലാണ് പോയത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 1 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തന്നെ. എങ്ങോട്ടാണ് പോവാ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് വെറുതെ മുക്കത്തേക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കക്കയം പോകാൻ തീരുമാനിച്ചു. അപ്പോൾ കക്കയം പോകുന്ന സമയത്ത് അവിടെ കാട് മാതിരിയാണ് കേട്ടോ ഡാമിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അതിനെ കണ്ടിട്ട് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുരങ്ങിനും കരിങ്കുരങ്ങിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഡാമിലെത്തിയ സമയത്ത് അതിനതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. സ്ലൈഡറും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഐസ്ക്രീം ഞങ്ങൾ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി കേട്ടോ കുരങ്ങ്. അങ്ങനെ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായതിനോട് ഒരു കമ്പിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 4-4:30 ഒക്കെ ആയിണ്ടാവും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം. കാരണം വെച്ചാൽ നല്ലോണം ലേറ്റ് ആയിരുന്നു, ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഒരു ടൗണിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. 4-4:30 ആവുന്ന സമയത്ത് കേട്ടോ. പുഴയെ പോണ്ട, ഭയങ്കര ചേടിയുടെ സൗണ്ടാണ് കേട്ടോ. ഇവിടെ ആനയൊക്കെ വരുന്നുണ്ട് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ഫസ്റ്റ് അതിന് ഭയങ്കര സന്തോഷമായിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായതിനോണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങോട്ടേക്ക് ഡാം കാണാനായിട്ട് പോകുന്നില്ല, ഞങ്ങൾ ഓൾറെഡി ലേറ്റായിന്. ഇപ്പോൾ സമയം 4 മണിയൊക്കെ 4:30. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ പോയി വേണം ഫുഡ് കഴിക്കാൻ. മലയണ്ണാന് ഞാൻ കണ്ടുപിടിച്ചു കഴിച്ച്. കാണുന്നുണ്ടോ? കണ്ടോ? ഇതാണ് മലയണ്ണാൻ. കാണുന്നില്ലേ? അതാ കണ്ടോ കണ്ടോ കണ്ടോ? മലയണ്ണാന് മലയണ്ണാന്. ഇതല്ലേ. അങ്ങനെ ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. ഏട്ടതൊരു പ്ലേറ്റ് ഷവർമയും ഞങ്ങൾ 2 ഷവായിയായിരുന്നു ഓർഡർ ചെയ്ത്. അപ്പോൾ ആയുന് ഞങ്ങൾ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആയു അതും കഴിച്ചു. പിന്നെ ഷവർമ ചിക്കനൊക്കെ കഴിച്ചെടുത്തു. വലുതായ ഫുഡ് ചോറായിട്ട് കഴിച്ചില്ല ഒന്നും. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മുക്കം ഫെസ്റ്റിലേക്കായിരുന്നു പോയത്. കാരണം വെച്ചാൽ അന്ന് അതുലേട്ടൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അതുലേട്ടൻ എന്ത് പ്രോഗ്രാമിന് നമ്മുടെ മുക്കത്ത് വന്നാലും ഞങ്ങൾക്ക്
എനിക്കത് കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തെങ്കിലും കാരണത്താലേ അത് മുടങ്ങിപ്പോകും. അതുലേട്ടെന്ന് വെച്ചാൽ എൻ്റെ സീനിയർ ആയിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് മഞ്ചേരി കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പോൾ അന്നേ ഞാൻ അതുലേട്ടൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വരുന്ന സമയത്ത് എന്തായാലും കാണണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയതായിരുന്നു. പിന്നെ എൻട്രി ചെയ്ത സമയത്ത് ഫസ്റ്റിൽ എൻട്രി ചെയ്ത സമയത്ത് ഓരോ മീനെയും കണ്ടും കഴിഞ്ഞ് അതിന് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വലുതിനെ കാണുമ്പോൾ, ചെറുതിനെ കാണുമ്പോൾ പ്രശ്നമില്ല, വലുതിനെയൊക്കെ കാണുമ്പോൾ അതിന് ഭയങ്കര പേടിയായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തിരുന്നു കേട്ടോ അതൊക്കെ. പിന്നെ കൂടുതൽ ആക്ടിവിറ്റീസിലേക്കൊന്നും കയറിയില്ല. അതിലേട്ടൻ്റെ തന്നെ പാട്ട് 2 പാട്ട് കേൾക്കാനും ആയി സമ്മതിച്ചുള്ളൂ. അത് കഴിഞ്ഞവരെ തന്നെ ഭയങ്കര കച്ചറിയായിരുന്നു. പിന്നെ അവിടുന്ന് പോരേണ്ടി വന്നു. ഉറക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കാത്തതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വേഗം പോകുന്നു ഞങ്ങൾ. ആയും അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിൽ അതിൽ കയറാൻ വേണ്ടി ഞാൻ ഓടുകയാണ് കേട്ടോ. പക്ഷേ എങ്കിലും അവനെ കയറ്റാൻ കഴിയില്ലല്ലോ. പക്ഷേ അവന് ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ കയറ്റിയില്ല. കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമെന്ന് ഒരു ഡൗട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കയറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം പോവുകയാണെങ്കിൽ കയറ്റാൻ വിചാരിച്ചു. പിന്നെ എന്തായാലും അതുലേട്ടൻ്റെ ഞങ്ങളവിടെ എത്തിയ സമയത്ത് അതുലേട്ടൻ്റെ പരിപാടിയും കാര്യങ്ങളൊന്നും തുടങ്ങിയില്ല. പിന്നെ ഞങ്ങൾ അറിയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞു തന്നു. കുറച്ച് കഴിഞ്ഞേരെയാണ് കേട്ടോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അങ്ങനെ അതുലേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ കാലത്തിന് ശേഷം കാണുന്നതാണല്ലോ. എന്നെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും അതുലേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ആയുന ഡെക്കിനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുത്തിച്ച് ഞാൻ വിചാരിച്ചു ഫുള്ള് തീരെ കാണാൻ കഴിയില്ല എന്ന്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, കുറച്ചൊക്കെ കണ്ടു. പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളൊക്കെ പ്രോഗ്രാമൊക്കെ കുറച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തന്നെ പോന്നു. ആയു ഇറങ്ങി ഓടിയായിരുന്നു. അപ്പം പിന്നെ വേഗം പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ